ഗൈസ് അങ്ങനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണ്. അതും ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻ്റ് ആയിട്ടുള്ള ഡുറൻ കപ്പിൻ്റെ ഫൈനലിൽ. ഇനി അവരെ കാത്തിരിക്കുന്നത് മോഹൻ ബഗാൻ ഓർ ബംഗളൂരു എഫ് ഇതിൽ ഒരു ടീമായിരിക്കും. ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ 10 വർഷത്തെ ഒരു കാത്തിരിപ്പിന് വിരാമമാവും. അവരുടെ ആദ്യ ട്രോഫി സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും അവർ ട്രോഫി സ്വന്തമാക്കി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനായിട്ടുള്ള ഞാനും നിങ്ങളെയും പോലെയുള്ളവർ ഇനി വേറെ ആരുടെ പേര് പറയും എന്നുള്ളതാണ് നമുക്ക് സംശയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ പറഞ്ഞതുപോലെ ഒരു ഇൻറ്റൻറ്റ് കാണിച്ചില്ലെങ്കിൽ മാനേജ്മെൻറ്റ് സൈഡിനോടുള്ള വിമർശനങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഇനിയിപ്പം എത്ര തെറിവിളി ഇങ്ങോട്ട് കേട്ടാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ആ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നു. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? നോർത്ത് ഈസ്റ്റ് കിരീടം നേടണോ അതോ വേണ്ടയോ എന്നുള്ളത് ഉറപ്പായിട്ടും ഒന്ന് കമ്പോസിൽ എഴുതുക. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും അടക്കമുള്ള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇങ്ങനെ എല്ലാം കണ്ട് വായി വിരലിട്ടുകൊണ്ടിരിക്കണോ? നമ്മളും തിന്നുന്നത് ചോറല്ലേ, ചിപ്സൊന്നും അല്ലല്ലോ. എന്താണെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പറ്റി പറയുമ്പോഴത്തേക്കും അവർ ഡുറൻ കപ്പിൻ്റെ ഫൈനലിലേക്ക് ഒരു പ്രവേശനം നേടുന്നു. ഷില്ലോങ്ങിനെതിരെ 3-0 എന്ന് പറയുന്ന ഒരു സ്കോറിൽ ഒരു ആധികാരികമായിട്ടുള്ളൊരു വിജയം നേടി തന്നെയാണ് ഷില്ലോങ്ങിൽ വെച്ച് നടന്നിട്ടുള്ളൊരു സെമി ഫൈനൽ മത്സരത്തിൽ ഡുറൻ കപ്പ് ഫൈനലിലേക്ക് ഒരു പ്രവേശനം നടത്തുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിൽ ഈ പറയുന്ന പോലെ ഒരുപാട് അറ്റാക്സ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു കളിയെപ്പറ്റി പറയുന്നതിനേക്കാൾ ഉപരി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവർ ആ ഒരു ടീം എന്ന നിലയിൽ ആ ഒരു നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവർ വലിയൊരു അഴിച്ചുപണികളും നടത്താതെ വേണ്ട തരത്തിൽ ഇപ്പം ഫോറിനേഴ്സിൻ്റെ ആണെങ്കിലും ഇന്ത്യൻസിൻ്റെ ആണെങ്കിലും ഇപ്പം കോച്ചിന് നിലനിർത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിലാണ് പോയത്. കഴിഞ്ഞ വർഷം അവർക്ക് 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യേണ്ടി വന്നത്. അതായത് ഒരു സ്ഥാനത്തിൻ്റെ മാത്രമാണ് അവർക്ക് പ്ലേ ഓഫ് നഷ്ടമാകുന്നത്. അപ്പോൾ അവിടെ അവർ വേണ്ട പൊസിഷൻസിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ടാണ് ഇത്തവണ അവർ മുന്നോട്ട് വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നോക്കിയാൽ അവർക്കൊരു മികച്ച ഡിഫൻഡറുണ്ട്. അതുപോലെ ബെമ്മാമറിനെ പോലെ ഒരു നല്ല ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ എന്ന ലെവലിൽ തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറുണ്ട്. നല്ല ഇന്ത്യൻ സ്ക്വാഡുണ്ട്. ഇപ്പം ജിതിൻ എം എസ് ഒക്കെയാണ് നിരന്തരം ഓരോ മത്സരങ്ങളിലും ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിച്ചു. അതുപോലെ സ്ട്രൈക്കിംഗ് സോണിൽ ഇപ്പം അലാദീനെ പോലത്തെ പ്ലേയേഴ്സുണ്ട്, ഗുല്ലമെ പോലത്തെ പ്ലേയേഴ്സുണ്ട്. അങ്ങനത്തെ നല്ല സ്ട്രൈക്കേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്ലേയേഴ്സ് അവർക്ക് ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ജിതിൻ എം എസിൻ്റെ അസിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ജിതിൻ എം എസ് ഡുറൻ കപ്പിലെ വൺ ഓഫ് ദി ഒരു ടോപ്പ് സ്കോറേഴ്സിൽ ഒരാളാണ് എന്നുള്ളത് നമുക്കറിയാം. സെക്കൻഡ് മറ്റോ ആണ്. അതുപോലെ തന്നെ പാർദിബ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങി അദ്ദേഹത്തിന് ഒരു സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അലാദീൻ ഈ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്യാൻ സാധിച്ചു. തോയ് സിംഗ് സ്കോർ ചെയ്തു. അങ്ങനെ എന്തുകൊണ്ടും നോർത്ത് ഈസ്റ്റ് ആധികാരികമായിട്ട് ആ ഒരു വിജയം നോർത്ത് ഈസ്റ്റ് ഡെർബിയിൽ സ്വന്തമാക്കി എന്നുള്ളതാണ്. പിന്നെ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡുറൻ കപ്പിൽ കുറച്ചൊരു ലക്ക് ഫാക്ടേഴ്സും ഉണ്ട്. കാരണം സോ ഫാർ അവർക്കൊരു ISL ഒരു സ്ട്രോങ് സൈഡിനെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ടീമൊക്കെ ആണെങ്കിലും മെയിൻ ടീമിനെ അയച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് ക്വാർട്ടർ ഫൈനലിൽ കിട്ടിയത് ഇന്ത്യൻ നേവി ആയിരുന്നു. അത് ISL ഐ ലീഗോ ടീമൊന്നും അല്ലായിരുന്നു. അതുപോലെ ഇപ്പം സെമിയിൽ കിട്ടുന്നത് ഐ ലീഗ് ടീമിനെയാണ്. ഇനി ഫൈനലിലായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റിയൽ ടെസ്റ്റ് വരുന്നത് മോഹൻ ബഗാൻ ഓർ മുംബൈ സിറ്റി FC. അത് എങ്ങനെ അവർ നേരിടുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ രണ്ട് ടീമുകൾ നോർത്ത് ഈസ്റ്റിനെതിരെ വന്നാലും അവർക്ക് അത്ര ഒരു ഈസി ആയിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ബേസിക്കലി. കാരണം അവരുടെ ആ ഒരു ടീമിൻ്റെ ഒരു ഫ്ലോ കണ്ടിട്ട് ആ ഒരു ആസ് എ ടീം എന്ന നിലയിൽ അവർ കളിക്കുന്നത് കണ്ടിട്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ 10 വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ ഫൈനലിലെത്തിയിരിക്കുന്നു. അത് ആദ്യത്തെ ട്രോഫി ആയിട്ട് മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റിയ കളിയാണ് സനിയ.